ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ മെൻ്റലി പീരിയോഡിക് ടേബിളിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പീരിയോഡിക് ടേബിളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ട് എന്താണ് പീരീഡ്, ഗ്രൂപ്പ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എത്ര പീരീഡ് ഉണ്ട്, എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, മേലെ നിന്ന് താഴോട്ടേക്ക് ഈ ബോക്സസിന് നമ്പറിങ് ചെയ്തു. ആ ബോക്സസിനെ നമ്പർ ചെയ്തപ്പോൾ എനിക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 7 ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു 1 to 7 എന്ന് പറയുന്നത് എന്താണ്? പീരീഡാണ്. ഇത് ഫസ്റ്റ് പീരീഡാണ്, ഇത് സെക്കൻഡ് പീരീഡാണ്, ഇത് തേർഡ് പീരീഡ്, ഫോർത്ത് പീരീഡ്, ഫിഫ്ത്ത് പീരീഡ്, സിക്സ്ത് പീരീഡ്, സെവൻത്ത് പീരീഡ്. ഇതാണ് അതിൻ്റെ മീനിങ്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഭാഗത്തും നമ്പറിങ് ചെയ്തു. അപ്പോൾ നമ്പറിങ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 18 ആണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? 18 ഗ്രൂപ്പ്സ് എന്നതാണ്. അതായത് ഇത് ഫസ്റ്റ് ഗ്രൂപ്പാണ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പാണ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്, അങ്ങനെ 18 ഗ്രൂപ്പ്സാണ് മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുപോലെ ഞാൻ ജസ്റ്റ് ഇതിന് നമ്പേഴ്സ് കൊടുത്തു. അപ്പോൾ ഞാൻ 10 വരെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ നിങ്ങൾക്ക് 57 വരെ എഴുതാം. 57ൻ്റെ ശേഷം നിങ്ങൾ എഴുതേണ്ടത് 58 to 72 ഈ സെപ്പറേറ്റ് വരുന്ന ഈ ഒരു ഭാഗത്താണ്. അതുപോലെ ഇവിടെ നിങ്ങൾ 73 മുതൽ, അതായത് 72 വരെയല്ലേ ഇവിടെ ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ 73 മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം 89 ആയിക്കഴിഞ്ഞാൽ 90 മുതൽ 103 വരെ ഇവിടെ എഴുതുക. അതിന് ശേഷം 104 ഇവിടെ എഴുതുക. ബാക്കിയുള്ള ബോക്സസൊക്കെ നിങ്ങൾ ഫിൽ ചെയ്യുക. അപ്പം ഞാൻ എഴുതിയിരിക്കുന്ന ഈ നമ്പേഴ്സ് എന്താണ്? യഥാർത്ഥത്തിൽ അറ്റോമിക് നമ്പറാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും അറ്റോമിക് നമ്പർ വേഗത്തിൽ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? സാധാരണഗതിയിൽ നമ്മളൊരു ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു റോ കോളം ആ രീതിയിലുള്ള ടേബിളാണ് വരയ്ക്കുക. ഇത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്, പീരിയോഡിക് ടേബിളിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഡ്രോ ചെയ്യുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം വിചാരിച്ചാൽ മതി. അതായത് ഒരാൾ 7 മല കയറി, അതിനുശേഷം ഒരു സ്റ്റെപ്പ് താഴോട്ടേക്ക് ഇറങ്ങി, എന്നിട്ട് പിന്നീട് എന്ത് ചെയ്തു, 2 സ്റ്റെപ്പ് തുള്ളി. അതിനുശേഷം കുറച്ച് നടന്നതിന് ശേഷം പിന്നീടും അയാൾ 2 സ്റ്റെപ്പ് കയറിയതിൻ്റെ ശേഷം കുറച്ച് മുന്നോട്ട് നടന്നു, പിന്നെ ഒരു സ്റ്റെപ്പ് കയറി. ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറേണ്ട ഭാഗം 13 ആണെന്നുള്ള കാര്യം ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ ഈസി ആയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡ്രോ ചെയ്യുക, അതുപോലെ ഇതിൻ്റെ അറ്റോമിക് നമ്പർ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിയും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിലുള്ള ഓരോ എലമെൻസിനെയും എഴുതുക എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിൽ എന്തൊക്കെ ട്രിക്സ് യൂസ് ചെയ്തിട്ട് ഇതിലുള്ള എലമെൻസിനെ എഴുതാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ പാട്ട് പാടി പഠിക്കാം എന്നുള്ളത്. അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടമായിരിക്കും, സോങ്സ് ഒക്കെ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളേതായ രീതിയിൽ സോങ്സൊക്കെ ആക്കിയിട്ട് ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയിരിക്കുന്നത്. 1930 ഈ ഒരു പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ ഈ നമ്മളിപ്പം പഠിച്ചിട്ടുണ്ടായിരുന്നു പീരീഡ്സ്, 7 പീരീഡ്സും 18 ഗ്രൂപ്പ്സുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഓരോ ഗ്രൂപ്പിനും ഓരോ നെയിമിങ് കൊടുത്തിട്ടുണ്ട്. ഇതിനാണ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. ഇത് ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്. അതുപോലെ ഇത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് ഈ ഒരു എലമെൻറ്റ്സിന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പിന് ഹാലജൻസ്, ഇത് നോബിൾ ഗ്യാസ് എന്നൊക്കെയാണ് പറയുക. ഇത് ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, ഓക്സിജൻ ഫാമിലി. ഈ രീതിയിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുകൾ നൽകിയിട്ടുണ്ട്. ഇനി ഈ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിനെ നമുക്ക് എങ്ങനെ പഠിക്കാം, അതാണ് അടുത്തതായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ഹായ് ലിനക്കുട്ടി, റോബോട്ട് ക്ലോസ് ഫ്രണ്ട്, ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട്
ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെൻസിനെ നിങ്ങൾക്ക് പഠിച്ചുകൂടെ. അതായത് ഹായ് എന്നുള്ള വാക്ക് നമുക്ക് എച്ച്, അതായത് ഹൈഡ്രജൻ ആണെന്ന് മനസ്സിലാക്കാം. ലീനക്കുട്ടിയുടെ Li എന്ന് പറയുന്നത് എന്താണ്? ലിഥിയം. Na എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊട്ടാസ്യം. അപ്പോൾ കുട്ടിയുടെ K എന്ത് ചെയ്ത? പൊട്ടാസ്യം. റോബോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ റുബീഡിയം. ക്ലോസ് ഫ്രണ്ടിൽ സീഷ്യസയും അതുപോലെ ഫ്രണ്ട് എന്നുള്ളത് FR എന്ന് പറയുന്നത് ഫ്രാൻസിയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിന് എന്ത് കോഡ് യൂസ് ചെയ്യാം? ഭീമ കാലിക്കറ്റിൽ നിന്ന് സ്വർണ്ണ ബാംഗിൾസ് റിംഗ് വാങ്ങാലോ എന്നുള്ള കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബാക്കിയുള്ള ഓരോ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. ഈ ഒരു ഗ്രൂപ്പിന് ലാന്തനൈറ്റ്സ്, ഇത് ആക്ടിനൈറ്റ്സ് എന്നാണ് പറയുക. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ഇത് ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഇവിടെ ഈ ഫസ്റ്റ് പീരീഡിൽ ആകെ 2 എലമെൻറ്റ്സ് അല്ലേ ഉള്ളൂ. അതുപോലെ തേർഡ് പീരീഡിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതാണ് തേർഡ് പീരീഡ് വരുന്നത്. 8 എലമെൻ്റ് ആണുള്ളത്. ടോട്ടൽ 18 ഗ്രൂപ്പ്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത് എന്താണ്? അത് അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഓരോ കോമൺ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിളിനെയും അതുപോലെ ഓൾഡ് പീരിയോഡിക് ടേബിളിനെയും എങ്ങനെ കമ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളിനെയും അതുപോലെ തന്നെ മെൻഡലീഫ് പീരിയോഡിക് ടേബിളിനെയും കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിൻ്റെ ബേസിലായിരുന്നു മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? അതായത് അറ്റോമിക് മാസിൻ്റെ ബേസിലായിരുന്നു മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ ക്രിയേറ്റ് ചെയ്തത്. മോഡേൺ പീരിയോഡിക് ടേബിൾ ക്രിയേറ്റ് ചെയ്തത് അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലായിരുന്നു. മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൽ എത്ര എലമെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്? 66 എലമെൻറ്റ്സ് ആണ് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിലുള്ളത്. പക്ഷേ മോഡേൺ പീരിയോഡിക് ടേബിളിൽ മോർ ദാൻ 100 എലമെൻറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ കുറേ ഗ്യാപ്സ് ഒക്കെ പ്രസൻ്റ് ആയിരുന്നു. അതായത് അൺഡിസ്കവേർഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് പ്രസൻ്റ് ആയിരുന്നു. എന്നാൽ മോഡേൺ പീരിയോഡിക് ടേബിളിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ എലമെൻറ്റ്സും. ഇത്രയും കാര്യങ്ങളാണ് ഈ 2 പീരിയോഡിക് ടേബിളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐസോട്രോപ്സ് ഒന്നും ഈ ഒരു മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ വന്നതിൻ്റെ ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് ഐസോട്രോപ്സ് ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ നോബിൾ ഗ്യാസ് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൽ ഇല്ലായിരുന്നു. അത് പിന്നീട് കണ്ടെത്തിയതാണ്. അത് മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉണ്ട്. ഇത്രയും ഡിഫറൻസ് ആണ് മോഡേൺ പീരിയോഡിക് ടേബിളും മെൻഡലീഫ് പീരിയോഡിക് ടേബിളും. റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നിങ്ങൾക്ക് ഈ ഒരു പീരിയോഡിക് ടേബിളിൽ ഓരോ ഗ്രൂപ്പിൻ്റെ പേര് അറിയാമല്ലോ. അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റലാണ്, സെക്കൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്, പിന്നെ 3 to 12 എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ മെറ്റലാണ്. അതുപോലെ 13 ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോൺ, 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഫാമിലി, 15 എന്ന് പറഞ്ഞാൽ നൈട്രജൻ, അതുപോലെ 16 എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഫാമിലി, പിന്നീട് ഹാലജൻ ഫാമിലി, നോബിൾ ഗ്യാസ് ഫാമിലി. ഇത്രയും ഗ്രൂപ്പ്സ് ആണ് ഒരു പീരിയോഡിക് ടേബിളിൽ ഉള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു പീരിയോഡിക് ടേബിൾ ഒന്ന് എക്സാമിൻ ചെയ്യുക. അതായത് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ലുള്ള എലമെൻറ്റ്സ് ഒന്ന് എക്സാമിൻ ചെയ്യുക. അതുപോലെ ഗ്രൂപ്പ് 13 to 18ലുള്ള എലമെൻറ്റ്സ് നിങ്ങളൊന്ന് എക്സാമിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള എലമെൻറ്റ്സ് നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് കുറച്ച് എലമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതൊക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്: സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, ക്ലോറിൻ, ഓക്സിജൻ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള എലമെൻറ്റ്സ് എഴുതുക. അതിൽ നിന്ന് നിങ്ങൾ മെറ്റൽസ് എഴുതുക. മെറ്റൽസ് ഏതൊക്കെയാണ്? അതായത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അലൂമിനിയം, ഇതൊക്കെ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽ ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ. ഡു ദേ ഇൻക്ലൂഡ് മെറ്റലോയിഡ്സ്? മെറ്റലോയിഡ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? അത് ഏതൊക്കെയാണെന്നുള്ളതാണ് സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആൻറ്റിമണി. ഇതൊക്കെ എന്താണ്? മെറ്റലോയിഡ്സ് ആണ്. എക്സിബിറ്റിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്.
അതായത് മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും സ്വഭാവം പ്രദർശിപ്പിക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ജെർമേനിയം, സിലിക്കണുമാണ്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സായിട്ട് എഴുതി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പീരിയോഡിക് ടേബിൾ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് കാണിച്ചു തന്നെന്ന് മാത്രം. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടി നോക്കാം നമുക്ക്. ഈ ഒരു പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റ്സ് ഒക്കെ 3 സ്റ്റേറ്റിലാണുള്ളത്. അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക എലമെൻറ്റ്സും സോളിഡ്സ് ആണ്. ഏറ്റവും കൂടുതൽ എലമെൻറ്റ്സ് ഉള്ളത് സോളിഡ്സ് ആണ്. എക്സാമ്പിൾസ് ആണ് സോഡിയം, കാൽസ്യം, അലൂമിനിയം, സൾഫർ. ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതാണ് മെർക്കുറി, ബ്രോമിൻ, ഇതൊക്കെ. ഗ്യാസ് സ്റ്റേറ്റിന് എക്സാമ്പിൾസ് ആണ് ഓക്സിജൻ, നൈട്രജൻ, നിയോൺ, ഹൈഡ്രജൻ, ഇതൊക്കെ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അറ്റോമിക് നമ്പർ 1 to 10 ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷെൽ വൈസ് ആയിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടേബിൾ നിങ്ങൾക്ക് കിട്ടും. അതായത് ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ കെ ഷെല്ലിലാണ് ആ ഒരു 1 വരിക. അടുത്തതായിട്ട് ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അതും കെ ഷെല്ലാണ്. കെ ഷെല്ലിൽ എത്ര ആറ്റംസ് ആണ് ഉൾക്കൊള്ളുക? അതായത് 2. ലിഥിയത്തിൻ്റെത് അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ 2 ഇവിടെയും കെ ഷെല്ലിലും 1 എൽ ഷെല്ലിലുമാണ്. ബെറില്യത്തിൻ്റെത് 4 ആണ്. അപ്പോൾ 2ഉം 2ഉം. ബോറോൻ്റെത് 5. അപ്പം 2ഉം 3ഉം വരും. കാർബൺ 2 4. അതായത് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6. നൈട്രജൻ്റെ 7. അപ്പോൾ 2 7. ഓക്സിജൻ 8 2 6. ഫ്ലൂറിൻ്റെത് 2 7. നിയോൺ 2 8. ഈ രീതിയിലാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഹൗ ഈസ് ദ ഇലക്ട്രോൺ ഫില്ലിംഗ് ഡൺ ഇൻ ദ ആറ്റംസ് ഓഫ് ദീസ് എലമെൻറ്റ്സ്? ഈ എലമെൻറ്റ്സിൻ്റെയൊക്കെ ഇലക്ട്രോൺ ഫില്ലിങ് എങ്ങനെയാണ് നടക്കുന്നത്? ദേ കണ്ടെയ്ൻ 1 to 8 ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അതായത് നമ്മളിപ്പോൾ ഏതൊരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 to 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഫില്ല് ചെയ്യുക. അതായത് ബൈ വാട്ട് നെയിം ഓഫ് ദ എലമെൻറ്റ് ഓഫ് ദിസ് ഗ്രൂപ്പ് ഈസ് നോൺ. എന്ത് പേരാണ് ഈ ഗ്രൂപ്പ്സിന് അറിയുന്നത്? അതായത് 1 2 ഗ്രൂപ്പിന്, അതുപോലെ 13 to 18 ഗ്രൂപ്പിന് ഏതൊരു പേരിലാണ് അറിയപ്പെടുന്നത്? റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ നമ്മളിപ്പോൾ 1 to 2 ഗ്രൂപ്പിനെ, അതുപോലെ 13 to 18 ഗ്രൂപ്പിന് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്നാണ് പറയുക എന്നുള്ളത് പഠിച്ചു. അതുപോലെ ഈ ഒരു 3 to 12 വരെയുള്ള ആ ഒരു എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് പറയാമെന്ന് പഠിച്ചു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോബിൾ ഗ്യാസസിനെ പറ്റിയാണ്. നോബിൾ ഗ്യാസ് ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് ആണ് നോബിൾ ഗ്യാസ് ഗ്രൂപ്പിലുള്ളത്. അതായത് നോബിൾ ഗ്യാസസ് ഗ്രൂപ്പിനെയാണ് ഗ്രൂപ്പ് 18 എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഹീലിയം, ആർഗൺ, ക്രിപ്റ്റോൺ, ഇങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. നൗ ട്രൈ ടു റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിൻ്റെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഹീലിയത്തിൻ്റെ, നിയോണിൻ്റെ, ആർഗൻ്റെ ഒക്കെ ക്രിപ്റ്റോണിൻ്റെ ഒക്കെ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഒക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്താണ്? ഫിൽഡ് ആയിട്ടുള്ളതായിട്ട് മനസ്സിലാകുന്നില്ലേ? അതായത് ഇപ്പോൾ ഹീലിയത്തിൻ്റെത് 2, നിയോണിൻ്റെതാകുമ്പോൾ 2 8. അപ്പോൾ ഇത് ഫിൽഡാണ്. ആർഗൻ്റെതും ഫിൽഡാണ്. ക്രിപ്റ്റോൺ, ഇതിൻ്റെ ഒക്കെ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഫിൽഡായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ദ ഈച്ച് എലമെൻറ്റ്? ഓരോ എലമെൻറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എലമെൻ്റ് ആണുള്ളത്? ഓരോ എലമെൻറ്റിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 8. ഈ ഒരു നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കില്ല. കാരണം എന്താണ്?
കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓൾറെഡി 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതെന്ത് ചെയ്യില്ല, റിസീവ് ചെയ്യുകയില്ല, വേറെ ഒരാൾക്ക് കൊടുക്കുകയും ചെയ്യില്ല ഇലക്ട്രോൺസിനെ. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് 18 എലമെൻസിനെ നോബിൾ ഗ്യാസസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പീരിയോഡിക് ടേബിളിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്, അതായത് 1, 2 അതുപോലെ 13 to 18 ഗ്രൂപ്പ്സിനെ പറ്റി പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ നോബിൾ ഗ്യാസസിനെ പറ്റിയും ചെറിയൊരു ഐഡിയ നമുക്ക് ലഭിച്ചു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 to 12 ഗ്രൂപ്പ് 3 to 12 ആയിട്ടുള്ള ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് പ്രസൻറ്റ് ദ ഗ്രൂപ്പ് 3 to 12 ഇൻ ദ പീരിയോഡിക് ടേബിൾ. 3 to 12 ഗ്രൂപ്പിൽ പ്രസൻറ്റ് ചെയ്ത എലമെൻറ്റ്സിനെ എന്താണ് പറയുക? 3 to 12 ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിനെയാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഈ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിനെ നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തേ. ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് അറിയുന്നത്? അയൺ, കോപ്പർ, സിങ്ക്, നിക്കൽ, ക്രോമിയം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന എലമെൻറ്റ്സ് ആണല്ലോ. ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് മെറ്റൽസ് ആണോ? അതെ. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്? ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതൊക്കെ കളേർഡ് കോമ്പൗണ്ട്സ് ആണ്. ദ ഷോ സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ സിമിലാരിറ്റി കാണിക്കും. ഇൻ ഗ്രൂപ്പ് ആസ് വെൽ ആസ് ഇൻ പീരിയഡ്സ്. ഗ്രൂപ്പ്സിലും പീരിയഡ്സിലും. ഇൻ കോമ്പൗണ്ട് ദേ എക്സിസ്റ്റ് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിന് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. അതായത് Fe3 ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ Fe2+ഉം Fe3+ഉം ഈ രണ്ട് സ്റ്റേറ്റിലും അതിന് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഉയർന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പോയിൻറ്റ്സ് മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പീരിയോഡിക് ടേബിളിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയൊരു ടേബിൾ കണ്ടിട്ടില്ലേ? അതാണ് ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ ലാന്തനോയിഡ്, ആക്ടിനോയിഡ്സ് എന്നൊക്കെ പറയുന്നത്? ഒരു പീരിയോഡിക് ടേബിളിൽ 6ാമത്തെ ഗ്രൂപ്പിലെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 57 ആയ ലാന്തന് ശേഷം വരുന്ന എലമെൻറ്റ് ഏതാണ്? ഹാഫ്നിയമാണ്. നിങ്ങൾക്ക് ആ ഒരു പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ലാന്തന് ശേഷം വരുന്ന ആ ഒരു എലമെൻ്റാണ് ഹാഫ്നിയം എന്ന് പറയുന്നത്. അതുപോലെ ഫൈൻഡ് ഔട്ട് ദ പൊസിഷൻ അലോട്ടഡ് ദ ഗ്രൂപ്പ് വിത്ത് അറ്റോമിക് നമ്പർ 58 to 71. 58 to 71 അറ്റോമിക് നമ്പറുള്ള എലമെൻറ്റ്സ് എവിടെയാണ് അതിൻ്റെ സ്ഥാനം എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതായത് ഈ പീരിയോഡിക് ടേബിളിൻ്റെ, അതായത് പീരിയോഡിക് ടേബിളിൻ്റെ മെയിൻ ബോഡിയുടെ ബിലോ ആയിട്ടാണ് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ആ ഒരു പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇൻ ദ സെയിം വേ ആർ നോട്ട് ദ എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പേഴ്സ് 90 to 103 ഓഫ് പീരീഡ് 7 ഗിവൺ സെപ്പറേറ്റ് പൊസിഷൻ അറ്റ് ദ ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ. അതായത് ഇതുപോലെ 7ാമത്തെ പീരീഡിൽ 90 മുതൽ 103 വരെയുള്ള അറ്റോമിക് നമ്പറുകളുടെ എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിന് താഴെ പ്രത്യേക സ്ഥാനം നൽകിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അതെ. അതായത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു 58 to 71 ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ 90 to 103 ആയിട്ടുള്ള ആ ഒരു ഇതിനെയാണ് ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. വേർ ആർ ദ എലമെൻറ്റ്സ് ഫ്രം സെറിയം ടു ലുട്ടീഷ്യം. സീറിയം ടു ലുട്രീഷ്യം 6ാം പീരീഡിൽ ഉൾപ്പെടുന്ന സിറിയം മുതൽ ലുട്രീഷ്യം വരെയുള്ള വേർ ആർ ദ എലമെൻറ്റ്സ് ഫ്രം സിറിയം ടു ലുട്രീഷ്യം ഇൻ ദ 6th പീരീഡ് സീൻ. വാട്ട് നെയിം ദേ ആർ നോൺ. ഏത് പേരിലാണ് അത് അറിയപ്പെടുന്നത്? ദേ ആർ ഫൗണ്ട് ബിലോ ദ മെയിൻ ബോഡി ഓഫ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൻ്റെ മെയിൻ ബോഡിയുടെ താഴെയായിട്ടാണ് അത് കാണുന്നത്. അതിനെയാണ് ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 58 to 71 ആ ഒരു റേഞ്ചിൽ വരുന്ന എലമെൻറ്റ്സ്, അറ്റോമിക് നമ്പർ വരുന്ന ആ ഒരു എലമെൻറ്റ്സിനെ നമ്മൾ എന്തായിരുന്നു? ലാന്തനോയിഡ്സ് എന്നാണ് പറയാം. അപ്പോൾ അത് സ്റ്റാർട്ടിങ് വരുന്ന ഈ 58 സിറിയമാണ്. ലുട്രീഷ്യം എന്ന് പറയുന്നത് 71 ആണ് വരുന്നത് അറ്റോമിക് നമ്പർ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വാട്ട് നെയിം ഓഫ് ദ എലമെൻറ്റ് തോറിയം ടു
ലൗറീഷ്യം. 7th പീരീഡിൽ ഉൾപ്പെടുന്ന തോറിയം മുതൽ ലൗറീഷ്യം വരെയുള്ള ഈ ഒരു പീരീഡിലുള്ള എലമെൻസിനെ എന്താണ് പറയുക? ആക്റ്റിനോയിഡ്സ് എന്നാണ് പറയുക. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 90, അതായത് അറ്റോമിക് നമ്പർ 90 മുതൽ 103 വരെ നമ്പർ വരുന്ന എലമെൻസിനെ ആക്റ്റിനോയിഡ്സ് എന്നാണ് പറയുക. ദേ ആർ മെയിൻലി മാൻമെയ്ഡ് എലമെൻറ്റ്സ്, അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ആക്റ്റിനോയിഡ്സ് എന്ന് പറയുന്നത്. വിച്ച് എലമെൻറ്റ്സ് ആർ നോൺ ആസ് റെയർ എർത്ത്. റെയർ എർത്ത് എന്ന് അറിയപ്പെടുന്നത് ലാന്ഥനോയിഡ്സിനെയാണ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എലമെൻറ്റ് ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ പീരിയോഡിക് ടേബിൾ. ഒരു പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പീരിയോഡിക് ടേബിളിന് മനസ്സിലാകുക? അതിൻ്റെ സിമ്പൽ നമുക്ക് മനസ്സിലാവും, അതുപോലെ നെയിം മനസ്സിലാവും, അറ്റോമിക് നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പീരീഡ്, ഗ്രൂപ്പ്, ഇതൊക്കെ ഒരു പീരിയോഡിക് ടേബിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ എലമെൻറ്റിനെ പറ്റി. ഫൈൻഡ് ദ ഫാക്ട് റിലേറ്റഡ് ടു ദ എലമെൻറ്റ് കാർബൺ ഇൻ ദ പീരിയോഡിക് ടേബിൾ ആൻഡ് റൈറ്റ് ദം. അപ്പോൾ നിങ്ങൾ എക്സാമ്പിളായിട്ട് കാർബൺ എടുക്കുക. കാർബണിൻ്റെ സിമ്പൽ എന്താണ്? സി ആണ്. അറ്റോമിക് നമ്പർ 6 ആണ്. അതിൻ്റെ പീരീഡ് എന്താ വരുന്നത് നോക്കുക. അതുപോലെ ഗ്രൂപ്പ്, അതായത് പീരീഡ് എന്ന് പറയുന്നത് പീരീഡ് നമ്പർ 2 ആണ് വരുന്നത്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് 14 ആണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾ ഏതെടുത്ത് നോക്കിയാലും, ഇപ്പോൾ ഓക്സിജൻ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഏത് എലമെൻ്റ് എടുത്ത് നോക്കിയാലും, പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ സിമ്പലും അറ്റോമിക് നമ്പറും പീരീഡും ഗ്രൂപ്പും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആർ ഗിവൺ ബിലോ. അതായത് ഗ്രൂപ്പ് 1ലുള്ള എലമെൻറ്റ്സ് ആണ് ഇതൊക്കെ. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, ഇതൊക്കെ ഗ്രൂപ്പ് 1ലുള്ള എലമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതായത് ഇതിൻ്റെ അറ്റോമിക് നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1, 3, 11, 19, 37, 55, 87 ഈ രീതിയിലാണ് ഇതിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഗ്രൂപ്പ് 1ലുള്ള എലമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് വരുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. പീരീഡ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ഇത് ഫസ്റ്റ് പീരീഡ്, ഇത് സെക്കൻഡ് പീരീഡ്, ഇത് തേർഡ് പീരീഡ്, ഇത് ഫോർത്ത് പീരീഡ്, ഫിഫ്ത്ത്, സിക്സ്, 7th പീരീഡ്. ഈ രീതിയിലാണ് പീരീഡ് എഴുതുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗ്രൂപ്പ് 1ലുള്ള എലമെൻറ്റ്സിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണാണ് ഉള്ളത് എന്ന് മനസ്സിലാവും. അതുപോലെ ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആയിരിക്കും. നമ്പർ ദാറ്റ് റിട്ടൺ the number that is written before the name of cell shows periodic number. ഇതാണ് പീരിയോഡിക് നമ്പർ. അതായത് ഇത് ഫസ്റ്റ് പീരീഡാണ്, ഇത് സെക്കൻഡ് പീരീഡാണ്, ഇത് തേർഡ് പീരീഡാണ്, ഫോർത്ത് പീരീഡ്, ഫിഫ്ത്ത് പീരീഡ്, സിക്സ്ത് പീരീഡ്, 7th പീരീഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എക്സാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ ബിലോങ് ചെയ്യുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. ഇതുപോലെ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെയൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് ഗ്രൂപ്പിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. സൈസ് ഓഫ് ആറ്റംസ് ഇൻ ഗ്രൂപ്പ്. അതായത് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മേലെ നിന്ന് താഴോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിൻ്റെ ഷെല്ല് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഹൈഡ്രജൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 1 ഷെല്ലായിരുന്നു. ലിഥിയം ആകുമ്പോഴത്തേക്ക് 2 ഷെല്ലായി. പിന്നെ സോഡിയം ആകുമ്പോഴത്തേക്ക് 3 ഷെൽസായി. പിന്നെ എന്താണ് 4 ഷെൽസായി. ഈ നമ്പർ ഓഫ് ഷെൽസ് എന്ന് പറയുന്നത് എന്താണ്? പീരീഡ് ആണെന്ന് പറയാം. അതായത് ഇപ്പം ഒരു ഷെല്ലാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അതിന് ഒരു പീരീഡ്, ഒന്നാമത്തെ പീരീഡിലാണ് ആ ഒരു എലമെൻ്റ് ഉള്ളത്. ഇപ്പം ഇതിന് 2 ഷെൽസാണ് ഉള്ളത്. അതിൻ്റെ മീനിങ് എന്താണ്? അത് സെക്കൻഡ് പീരീഡിലാണ് ഉള്ളത്. ഇതിനിപ്പോൾ എന്താണ്? 3 ഷെൽസ് ആണുള്ളത്. അതിൻ്റെ മീനിങ് എന്താണ്?
തേർഡ് പീരീഡിലാണ് ഈ ഒരു എലമെൻ്റ് ഉള്ളത്. ഇതിനെന്താണ് ഫോർ ഷെൽസ് ആണുള്ളത്. അതിൻ്റെ മീനിങ് എന്താണ്? അത് ഫോർത്ത് പീരീഡിനാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അറ്റോമിക് സൈസ് ഇൻ എ പീരീഡ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അറ്റോമിക് സൈസ് ഇൻ എ പീരീഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 3 to 9 വരെയുള്ള എലമെൻസിൻ്റെ ബോർ മാതൃക, അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. ബോർ മോഡൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ട്. അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജിന് എന്താണ് സംഭവിക്കുന്നത്? അതായത് ന്യൂക്ലിയർ ചാർജിന് എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവുന്നുണ്ട്. അതായത് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഇലക്ട്രോണുമായിട്ട് അട്രാക്ഷൻ ഉണ്ട്. അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അത് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ മേലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുകയും അപ്പോൾ അതിൻ്റെ ആറ്റത്തിൻ്റെ വലിപ്പം പൊതുവെ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസും ആൻസറും നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അവിടെ ബാഹിതമ ഷെൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ മേലുള്ള അട്രാക്റ്റിംഗ് ഫോഴ്സ് കൂടും. അട്രാക്റ്റിംഗ് ഫോഴ്സ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ആറ്റത്തിൻ്റെ ആ ഒരു സൈസ് പൊതുവെ കുറയും.